ഹലോ, എൻ്റെ പേര് ആദിത്യൻ. ഇപ്പോൾ മാർച്ചായി. ഇനി നമുക്ക് നീറ്റ് എക്സാമിന് 2 മാസമേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ റിവിഷൻ ഫേസിലായിരിക്കും. റിവിഷൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അതായത് പലരും വിചാരിക്കും നമുക്ക് ഒന്നുകൂടെ ക്ലാസ്സസ് കണ്ടിട്ട് ഒന്നുകൂടെ ആ പോർഷൻ സെറ്റാക്കാം. അതായത് നമുക്കിപ്പോൾ എല്ലാം ഒരു പുകയായിട്ട് തോന്നും. അതായത് നമ്മളെല്ലാം പഠിച്ച് ഇപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു ഇനി റിവിഷനിലേക്ക് കയറുകയാണ്. അപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പം എല്ലാം കൂടെ നമുക്ക് ഒന്നും അറിയില്ല എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഒന്നുകൂടെ ക്ലാസ്സസ് കണ്ട് എല്ലാവരും അല്ല ബട്ട് സ്റ്റിൽ എന്നാലും കുറേ പേര് വിചാരിക്കും ഒന്നുകൂടെ സെറ്റാക്കാം തിയറി അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും മണ്ടത്തരാം. കാരണം ഇനി ക്ലാസ്സസ് കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്കിനി ഒന്നാമതേ സമയമില്ല. ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നോട്ട്സ് ഉണ്ടാവും. നമ്മൾ മുന്നേ കണ്ട ക്ലാസ്സിൻ്റെ നോട്ട്സ് അത് വെച്ച് നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്തിട്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് നമ്മൾ ചാപ്റ്റേഴ്സ് പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ വേണ്ടേ. അപ്പം നമ്മൾ വിചാരിക്കും ക്ലാസ് കാണുന്ന സമയത്ത് തിയറി ഒന്നുകൂടെ പറയുമല്ലോ, അപ്പോൾ ക്വിക്കായിട്ട് തിയറി എല്ലാം കേൾക്കാം, പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമല്ലോ, അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം, അങ്ങനെ നമുക്ക് ആ ചാപ്റ്ററിന് ഐഡിയ പിന്നെയും ഉണ്ടാക്കാൻ വിചാരിക്കും. പക്ഷേ അത് മണ്ടത്തരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സസ് കാണുന്നത് ഒഴിവാക്കിയിട്ട് നമ്മളുടെ സ്വന്തം നോട്ട്സ് ഷോർട്ട് നോട്ടൊക്കെ റിവൈസ് ചെയ്യുക. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മെമ്മറി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വരും. നമ്മൾ ഒരു ചാപ്റ്ററിൽ ഒരു അരമണിക്കൂർ എടുത്ത് അല്ലെങ്കിൽ 1 മണിക്കൂർ എടുത്ത് റിവൈസ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര എഫക്റ്റീവായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അത്രയും പെട്ടെന്ന് നമ്മളൊരു ചാപ്റ്റർ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോർ നമ്പർ ഓഫ് ടൈംസ് അത് റിവൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ മെമ്മറിയും കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരും. നമ്മൾ ചെയ്യേണ്ട ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ പഠിക്കുക. കാരണം നമുക്ക് ടുവേർഡ്സ് ലാസ്റ്റ് ഇത്രയും ചാപ്റ്റേഴ്സ് നോക്കാനുള്ള, അപ്പോൾ അതിനുവേണ്ടി സ്പീഡ് ഇൻക്രീസ് ആക്കാൻ നോക്കണം. അപ്പോൾ ഡോപ്പയുടെ റിവിഷൻ പ്രോഗ്രാമിൽ വരുന്ന ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്. അതിലൊരു ഫേസ് തന്നെ നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ആവാൻ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ആ സമയത്ത് നമ്മളോട് പറയാം മീൻസ് അത്രയും സ്പീഡിൽ പഠിക്കാൻ വേണ്ടി ആ സ്പീഡ് ഇൻക്രീസ് ആക്കാൻ വേണ്ടി തന്നെ ഫേസ് ഉണ്ട്. അപ്പം അതിനൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിനുള്ള മെറ്റീരിയൽ നമ്മുടെ സ്വന്തം നോട്ട്സ്, നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഷോർട്ട് നോട്ട് ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പം എല്ലാവരും പുകയായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ അത് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഉണ്ട്. ഇത് ഭയങ്കര നോർമലായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇത്രയും കാലം നമ്മൾ പഠിച്ചു എഫേർട്ട് ഇട്ടു. അപ്പം അത്രയും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അത്രയും വർക്ക് ചെയ്ത് കഴിയുമ്പം ഒബ്വിയസായിട്ട് നമുക്ക് തോന്നുന്നതാണ് ഇത് കിട്ടുമോ കിട്ടില്ല, അങ്ങനത്തെ ഒരു തോട്ട് വരും. അത് ഭയങ്കര നോർമലാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കിട്ടും എന്നുള്ള രീതിക്ക് തന്നെ നമ്മളെ മനസ്സിനോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഡെസ്പായി പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ എന്തായാലും അങ്ങനത്തെ ഇതൊക്കെ വരും. കാരണം നമ്മൾ ഇത്രയും ലോങ് ആയിട്ടുള്ള ജേണിയാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ആരാണോ ഉള്ളത് അവരോട് സംസാരിക്കുക. അതിപ്പം നമ്മളെ കൂടെയുള്ള ആൾക്കാരാവാം, അവരോട് സംസാരിക്കുമ്പോൾ അവരെയും കൂടി ചടപ്പിക്കരുത്. അവരോട് സാധാ പോലെ സംസാരിക്കുക. ചിലപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമോ ഓക്കെ അവരും ഇതേ ഫേസിലാണ് നമ്മളെ പോലെ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് എല്ലാവരും എന്നുള്ള ഒരു ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് വെറുതെ ചടച്ചിരുന്നിട്ട് കാര്യമില്ല. നല്ല വൃത്തിക്ക് ബാക്കിയും കൂടെ ഇനി എന്താ ചെയ്യാനുള്ളത് അത് ചെയ്താൽ മതി എന്നുള്ളത് മനസ്സിലാവും. ഇനി അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ പാരൻസിനെ വിളിക്കാം, അതായത് നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കാം. ആരോട് സംസാരിച്ചാലാണോ നിങ്ങൾക്കൊരു കാംനെസ് മൈൻഡിന് കിട്ടുന്നത് അത് നോക്കുക. കാരണം നീറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മൈൻഡ് ഗെയിമാണ്. അതായത് നമ്മൾ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് പഠിച്ച് അതിന്ന് എക്സാം എഴുതാൻ പോവല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ഭയങ്കര പോസിറ്റീവായിട്ട് ഇരുന്നാൽ തന്നെ നമുക്ക് നല്ല വൃത്തിക്ക് ഇനിയുള്ള സമയമാണെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എക്സാമിന് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂടെയുള്ളവർക്കും നമ്മളുടെ ഇപ്പം ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നവർക്ക് കൂടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അവിടെ പോസിറ്റീവ്നെസ് സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. നമ്മളിപ്പോൾ ഒരാൾ ഇങ്ങനെ നിങ്ങളിപ്പം ക്ലാസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരാളിപ്പം ഇങ്ങനെ ഭയങ്കര ചടച്ചിരിക്കുന്നു വിചാരിച്ചു, അപ്പം പഠിച്ച് കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു ജസ്റ്റ് അവനെ തട്ടിയിട്ട് കുഴപ്പമില്ല നമുക്ക് കിട്ടും, പഠിച്ചാൽ മതി കിട്ടും, അങ്ങനത്തെ ഒരു അഷുറൻസ് ജസ്റ്റ് നിങ്ങൾ കൊടുക്കുക. നമ്മൾ കുറേ പേര് കയറിപ്പോകാൻ കാരണം അത്രയും പോസിറ്റീവായിട്ട് നമ്മൾ നിന്നുകൊണ്ടാണ്. നമ്മളുടെ ഒരു സർക്കിൾ തന്നെ നമ്മൾ മാക്സിമം പോസിറ്റീവാക്കി വെക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് വെച്ചാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മളെ കൂടെയുള്ള കുറേ പേർക്കും നമ്മളുടെ സെയിം കോളേജസിൽ അടുത്ത ഇയർ കയറാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഡോപ്പയിൽ പഠിക്കുന്ന എല്ലാവർക്കും മെഡിക്കോ മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ മെഡിക്കോ മെൻറ്റേഴ്സിനെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതായത് നിങ്ങൾ കടന്നുപോയ അതേ ഫേസിലൂടെ വന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പം നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. നിങ്ങളുടെ ആ മൈൻഡ് എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതേ ഫേസിലൂടെ പോയ ആൾക്കാരല്ലേ നിങ്ങൾ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് വിചാരിക്കുന്നത്, നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും, അതെല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ മെൻറ്റേഴ്സിനോട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാൻ നോക്കുക. അപ്പം അവരോട് സംസാരിക്കുമ്പോൾ
അവർക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാമല്ലോ. നിങ്ങൾക്കും കൂടി മനസ്സിലാവുന്ന രീതിക്ക്, അതായത് നിങ്ങളുടെ ഒപ്പം നിന്ന് സംസാരിക്കാൻ പറ്റും. അപ്പം മെൻറ്റേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതായത് അവരോട് സംസാരിക്കാൻ നോക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പാരൻസിനോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ പാരൻസ് ആണെങ്കിലും ഭയങ്കര പ്രതീക്ഷയിൽ നിൽക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അവർ പറയുമ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഫുൾ ഓപ്പൺ ആക്കി പറയാൻ ശ്രമിക്കുക. പാരൻസിനോട് ഓപ്പൺ ആക്കി സംസാരിച്ച് തന്നെ അത്യാവശ്യം കുറേ പ്രശ്നങ്ങൾ നമുക്കുള്ള പോലത്തെ സാധനങ്ങൾ തീരും. അവർക്ക് കുറച്ചുകൂടെ നമ്മളുടെ ശരിക്കും നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മളെ മാർക്സ് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ അവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതി മാറും. അതായത് നമ്മളിപ്പോൾ വെറുതെ നമ്മൾ പഠിക്കുന്നുണ്ട് അങ്ങനത്തെ വെറുതെ പറഞ്ഞാൽ അതെ നമ്മൾ കറക്റ്റ് സിറ്റുവേഷൻ കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആ രീതിയുണ്ടല്ലോ, അത് മാറിയാൽ തന്നെ അവർക്ക് അവരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലായാൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നീറ്റിൻ്റെ ഈ ഒരു വലിയ ജേണിയിൽ നമ്മളുടെ ഈ റിവിഷൻ എന്ന് പറയുന്ന ഫേസ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഇത്രയും കാലം ചെയ്ത വർക്ക് അതെല്ലാം നമ്മൾ കൊടുക്കാൻ പോകുന്ന ഈ റിവിഷൻ എന്ന് പറഞ്ഞ ഫേസിൽ. അപ്പോൾ ഈ റിവിഷൻ എന്ന് പറഞ്ഞ ഫേസ് ഏറ്റവും മാക്സിമം നല്ല അടിപൊളിയാക്കി കഴിഞ്ഞാൽ അത്രയും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ പറഞ്ഞ പോലെ പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, മാക്സിമം നല്ലപോലെ പഠിക്കുക.